ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കപ്പക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കുവാണ്. കപ്പക്കിഴങ്ങ് പുഴുങ്ങിയതെന്നല്ല സ്പെഷ്യൽ വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു മുളക് ചമ്മന്തി അരയ്ക്കുകയോ പിന്നെ അതുപോലെ തന്നെ ഒന്നും വേണ്ട, നമ്മൾ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മുളക് ചമ്മന്തി ഞങ്ങളുടെ അമ്മയുടെ സ്പെഷ്യലാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. ആവശ്യത്തിന് മുളക് പൊടി ഒരു പാത്രത്തിലിടുക. ഇതിലേക്ക് സവാളയോ ചെറിയ ഉള്ളിയോ അതായത് ചുമന്നുള്ളിയോ അരിഞ്ഞിടുക. ചെറുതായിട്ട് അരിയണം. പുളി പിഴിഞ്ഞതൊഴിക്കുക. ഉപ്പിടുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചമ്മന്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ സവാള ഉള്ളി ആയാലും ചെറിയ ഉള്ളി ആയാലും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണേ. അരിഞ്ഞെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് പിന്നെ മുളക് പൊടി ഇടണം. പിന്നെ നമ്മുടെ വാളംപുളി ഇല്ലേ, സാമ്പാറിനൊക്കെ ഇടുന്ന പുളി, വാളംപുളി പിഴിഞ്ഞ് തിക്കായിട്ട് പിഴിഞ്ഞെടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. ഒരുപാട് വെള്ളമായിട്ടിരിക്കത്തില്ല. അപ്പോൾ ആ സാമ്പാറിനിടുന്ന പുളി പിഴിഞ്ഞിട്ട് ഇച്ചിരി പുളി ഒഴിക്കണം. പുളി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നല്ലപോലെ ഉപ്പുമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. അത് അതിൻ്റെ ടേസ്റ്റ്. പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല രുചിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ചോറിന് കഴിക്കാം. അതുപോലെ പുഴുക്കൊക്കെ ഉണ്ടല്ലോ അതിനും കഴിക്കാം. എത്ര എങ്ങനെ ചോറൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുന്ന സമയത്തായാലും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഞാനിതും കൂട്ടി കപ്പക്കിഴങ്ങ് പുഴുങ്ങിയത് കഴിക്കാൻ പോവാം. അപ്പോൾ കുറച്ച് കപ്പക്കിഴങ്ങ് പുഴുങ്ങിയതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ചമ്മന്തി എടുത്തു. എനിക്ക് ഈ ചമ്മന്തി കുറച്ച് അധികം വേണം കേട്ടോ. എത്ര കഴിച്ചാലും മടുക്കത്തില്ല. അപ്പോൾ കുറച്ച് ചമ്മന്തിയും കപ്പക്കിഴങ്ങും ഒക്കെ കൂടെ എടുത്തു. ഇനി ഞാൻ അങ്ങോട്ട് കഴിക്കാൻ പോവാം. നല്ല ടേസ്റ്റാണ്, നല്ല എരിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇത് വെച്ചിരിക്കും, ചോറിന് വേണ്ടിയും വെച്ചിരിക്കും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതലേ ഉണ്ടാക്കി വെച്ച്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടി വരത്തില്ല, തീർന്നോളും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ.